നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു ക്വിക്ക് ഇന്ന് ന്യൂ മൂൺ ആണ്, അമാവാസിയാണ്. ഞാൻ ഇട്ട വീഡിയോ പ്ലീസ് 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 കാണുക. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ല, നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോസ് ഒന്നും കാണണം പിടിക്കണമെന്ന് ഞാൻ പറയുകയില്ല. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് എത്താനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒന്ന് സ്ട്രെസ് ചെയ്യുന്നു, പ്ലീസ്. ഓക്കെ, ന്യൂ മൂണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്കുക. ഓക്കെ, നിങ്ങളത് സേവ് ചെയ്ത് വയ്ക്കുക, വീഡിയോ സേവ് ചെയ്തിടുക പ്ലീസ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാക്കും. ഓക്കെ, ഞാൻ ഇന്ന് വളരെയധികം നിങ്ങൾ സോറി. എനിവേ, ഇന്നത്തെ ഞാൻ നോക്കാൻ പോകുന്നത് ഈ അമാവാസി ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്തായിരിക്കും നോക്കാം. ഓക്കെ, നിങ്ങളുടെ മൂഡ് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നമുക്കിന്ന് പേഴ്സൻ്റെ എനർജി നോക്കാം. പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ എന്ത് എമോഷനിലാണ് ഇരിക്കുന്നത് എന്ന രീതിക്ക് നോക്കാം. ചെറിയ ചെക്ക് എടുക്കുള്ളൂ. ആൻഡ് ആക്ച്വലി ഞാൻ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സയൻസ് എന്തായിരിക്കും നോക്കാം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സയൻസ് ആണ് കാണുക എന്ന രീതിക്ക് കൂടി ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ സ്നേഹം അവർക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്നും എല്ലാം. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് സയൻസ് ആണ് കാണിച്ചു തരാൻ എന്ന് നോക്കാം നമുക്ക്. ഇത് ഞാനിപ്പോൾ ടോപ്പിക് എങ്ങനെ ഇടുന്നതാണ് ആലോചിക്കുന്നത്. എനിവേ, കറണ്ട് എനർജി ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം, ഇന്ന് ഈ അമാവാസി ദിവസം നിങ്ങളുടെ പേഴ്സൺ അതിനനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ്സ് സീ. എംപറർ, ഈഗോ 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 ഈഗോ. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, വെരി നൈസ്. 4 of Wands, നല്ല എനർജി ആണല്ലോ. ഓക്കെ, പേജ് ഓഫ് ഓക്കെ, ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്ററാണ്. ഓക്കെ, 5 of Pentacles. വാവ്, ഇന്നത്തെ ദിവസം നിങ്ങളെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വാവ്, സാധാരണ ഇമോഷണലായിട്ട് എന്തെങ്കിലും ദേഷ്യം ഇതൊക്കെ വരണ്ട. ഓക്കെ, ഇവിടെ ഡെവിൾ ഉണ്ട് ഇവിടെ. ഓക്കെ, ഡെവിൾ എനർജി ഉണ്ട് ലേശം. ബട്ട് ഓക്കെ, ഈഗോയിൽ ഇരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ലേശം ഈഗോ കാണിക്കാം. ഓക്കെ, ബട്ട് അതായത് പുറമേ അധികം എക്സ്പ്രസ് ചെയ്യില്ല അന്നത്തെ ദിവസം. മേ ബി നിങ്ങളോട് തുറന്ന് പറയില്ല, സംസാരിക്കില്ല ചിലപ്പോൾ. ഓക്കെ, ഐ മീൻ സംസാരിക്കില്ല, അല്ലെങ്കിൽ അവർ കൂടുതലേക്ക് എക്സ്പ്രസ് ചെയ്യില്ല എന്നെടുത്തോളൂ. പക്ഷെ ഇവിടെ എക്സ്പ്രഷൻ ഉണ്ട്. എനിവേ, എന്നാലും അവർ മനസ്സിൽ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിംഗ് അവർക്ക് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ക്വീൻ ഓഫ് കപ്സ് പറഞ്ഞാൽ ക്വീൻ വിട്ടേക്കും. ഓക്കെ, കപ്സ് എനർജി എടുത്താൽ മതി. അത്രയും സ്നേഹം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളോട് വളരെയധികം ഇന്ന് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവും. നിങ്ങളോട് സ്നേഹം തോന്നും. ഓക്കെ, നിങ്ങളോട് അവർക്ക് ഇന്ന് ശരിക്കും വളരെയധികം അവർ ആ സ്നേഹത്തിനെ ഇന്ന് ഓർക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ആൻഡ് ന്യൂ മൂൺ ശരിയാണ്, നമുക്ക് മെമ്മറീസ് വരും. ഓക്കെ, ഓർമ്മകൾ വരും കൂടുതൽ. അങ്ങനത്തെയൊക്കെ ദിവസം തന്നെയാണ്. സോ നിങ്ങളോട് കോൺടാക്ട് ഇല്ലെങ്കിൽ പേഴ്സൺ ഇന്ന് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് നല്ലോണം ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ ഓർക്കുന്നുണ്ട്. നിങ്ങളെ വേണം, നിങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാം കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ മാരേജ് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുമായിട്ട് സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാരേജ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് അതുമുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്റ്റേബിളായിട്ട് നല്ലൊരു സ്ട്രോങ് ബന്ധമായിട്ട് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇന്ന് അങ്ങനെ ആയിരിക്കും അവർ എനർജി. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു മിസ്സിങ് എനർജി വരുമ്പോൾ ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യും എന്നും കാണുന്നില്ല. 5 of Pentacles ഉണ്ട്. സോ നിങ്ങളെ ഒന്ന് മിസ് ചെയ്യാനുള്ള സാധ്യതയാണ്. യൂണിവേഴ്സായിട്ട് ഐ തിങ്ക് ഇന്ന് അവരെ ഒന്ന് അനക്കി വിടും. ഓക്കെ, ഒന്ന് ഓർമ്മപ്പെടുത്തി വിടും. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഇല്ലാതെ കുറച്ചായിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് ഇന്ന് ഐ തിങ്ക് അവർക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു ഓർമ്മ അവർക്ക് വരും. ആൻഡ് അവരിന്ന് കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഓക്കെ, പക്ഷെ ലേശം ഈഗോ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക എന്ന് മാത്രമല്ല, മേ ബി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലേഡീസ് ആയാലും അവർ അതായത് ഉള്ളിൽ അത്രത്തോളം അവർ മിസ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം അവർ ഇതാക്കുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ കാണിക്കില്ല. സ്നേഹമുണ്ട് എന്നുള്ളത് ചിലപ്പോൾ കാണിച്ചൊന്നും വരില്ല. പക്ഷെ ഒരു കാഷ്വൽ ആയിട്ട് വന്ന് ഓ ഹായ് ഹലോ ഹൗ ആർ യു എന്ന രീതിക്ക് ചിലപ്പോൾ സംസാരം വരാം. ഓക്കെ, ഉള്ളിലുള്ളത് വളരെയധികം ചിലപ്പോൾ തുറന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് വരില്ല. പക്ഷെ അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. ഓക്കെ, നിങ്ങളെ മിസ്സിങ് എനർജി ഉണ്ട് ഇവിടെ. അവർ ഫീലിംഗ് ഇന്ന് വളരെ ആക്ച്വലി നല്ല ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. ശരിക്കും ന്യൂ മൂണിൻ്റെ ദിവസം പലതൊക്കെ അപ്സെറ്റ് ആവേണ്ടതാണ്. പക്ഷെ ഇല്ല, ദൈവം സഹായിച്ചില്ല. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളവർ. എനിക്ക് അവരെ ലൈഫിലേക്ക് നിങ്ങളെ വേണം എന്ന രീതിക്ക് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു അവസരം ഐ തിങ്ക് ഒരുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഇതുവരെ പാസ്റ്റിൽ ചില കോൺഫ്ലിക്റ്റ് വന്ന് കാണാം. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അത് മേലെ വരാം. കാരണം ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. ഒന്ന് സൂക്ഷിക്കുക. ഒരു ലേശം ഇത് ഇന്ന് വരും. ഇമോഷൻസ് ഇന്ന് ചിലപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യതയാണ്. സോ ഒന്ന് സൂക്ഷിക്കുക. ബട്ട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, സ്നേഹമുണ്ട്. നിങ്ങൾ പാസ്റ്റിനെ കുറിച്ചൊന്നും ഇന്ന് സംസാരിക്കാൻ പോകണ്ട. ഓക്കെ, ഇത്രയും കാലം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ ചെയ്തു, നിങ്ങൾ ചെയ്തു, വട്ട് എവർ, അതിനൊന്നും ഇന്ന് സംസാരിക്കാൻ പോകണ്ട. പേഴ്സൺ സംസാരിച്ച് വന്നാൽ തന്നെ വളരെ കാമായിട്ട് നിങ്ങളും ഡീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നിന്നാൽ ആക്ച്വലി നല്ലൊരു റിലേഷൻഷിപ്പ് ആക്ച്വലി ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇമോഷണലായിട്ട്
നിങ്ങൾ കൂടുതൽ ഇനി മുന്നോട്ട് അടുക്കാനുള്ള സാധ്യത കൂടിയാണ് എനിക്ക് കാണുന്നത്. സോ വളരെ പോസിറ്റീവാണ് ഇന്നത്തെ ഈ മൂൺ. ഐ തിങ്ക് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ. കുറച്ച് പേർക്ക് മേ ബി മാരേജ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലൈക്ക് മീൻസ് മാരേജിൻ്റെ തോട്ട് അവരുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിക്ക് സ്റ്റേബിളാക്കി കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്ത് സയൻസ് ആയിരിക്കും കാണുന്നത്? ഈ പേഴ്സൺ വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില സയൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക നോക്കാം. 2 ഡെക്ക് ഞാൻ അതിനു വേണ്ടി മാത്രം എന്നെടുക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ എന്തൊക്കെ സയൻസ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു പിടിച്ചു. ഓക്കെ, സ്റ്റാർ ഉണ്ട് ഇവിടെ. ബൊക്കെ, വെരി നൈസ്. ഫോക്സ്, ബുക്ക്. ഒന്നും കൂടി വെക്കണം. ക്ലൗഡ്സ്. മൂന്നുണ്ട് കണ്ടോ ഇന്നത്തെ ദിവസത്തെ. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാറും ഉണ്ട് ഇവിടെ, ക്ലൗഡ്സും ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് സ്കൈയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സയൻസ് തോന്നാം. ലൈക്ക് ഏതെങ്കിലും ഒരു നക്ഷത്രം നന്നായിട്ട് തിളങ്ങുന്ന ഏതെങ്കിലും നക്ഷത്രം നിങ്ങൾ കാണാനുള്ള സാധ്യതയാണ്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഒരു പ്രതീക്ഷ യൂണിവേഴ്സ് തരുന്നതായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അത് മേ ബി പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, അവരും നിങ്ങൾക്ക് വേണ്ടി വിഷ് ചെയ്യുന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് അവർ എത്രയും വേഗം വരും എന്ന രീതി ഒരു പ്രതീക്ഷയായിട്ട് മേ ബി നല്ലൊരു വലിയ സ്റ്റാർ തിളങ്ങി നിൽക്കുന്നൊക്കെ ഇന്നല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സയൻസ് ആയിട്ട് എടുക്കാം ഇതൊക്കെ. ഓക്കെ, ഞാനിവിടെ ക്ലൗഡ്സ് കാണുന്നുണ്ട്. ക്ലൗഡ്സ് പക്ഷെ സാധാരണ നമ്മൾ പറയാറുള്ളത് എന്താ പറയുക, എന്തെങ്കിലും തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ എന്ന രീതിക്കൊക്കെയാണ്. ബട്ട് ഇവിടെ എനിക്ക് ഇന്ന് ഫോക്കസ് പോകുന്നത്, നമ്മൾ സൈനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കസ് പോകുന്നത് എനിക്ക് ലൈറ്റിലേക്കാണ്. ഓക്കെ, ലൈറ്റാണ്. സോ മേ ബി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ക്ലൗഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സൂര്യരശ്മി വരുന്നതൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയായിട്ട്. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വല്ലതും കാണാനുള്ള സാധ്യതയാണ്. സോ ഇത് രണ്ടും ആക്ച്വലി ഒരു തരത്തിൽ പ്രതീക്ഷ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, സ്റ്റാറുമാണ്, ക്ലൗഡ്സും. ക്ലൗഡ്സിലും ഇവിടെ ലൈറ്റ് ഉണ്ട്. സോ ആ ഒരു വെളിച്ചം മേ ബി നിങ്ങൾക്ക് അതൊരു പ്രതീക്ഷ എന്ന രീതിക്ക് എടുക്കാം. പേഴ്സണൽ നിങ്ങളെ ഓർക്കുന്നു, അല്ലെങ്കിൽ പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ശരിയാവും എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ മൂണിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്നത്തെ ദിവസം എന്തായാലും അമാവാസിയാണ്. സോ മൂണിൻ്റെ എനർജി ഓക്കെ, മേ ബി ഇൻറ്റ്യൂഷൻ എന്ന് പറയും. മൂന്ന് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷനാണ്. അതായത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് പേഴ്സൺ യെസ് എന്നോട് സ്നേഹമുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മേ ബി ഇത് സ്കൈയിൽ നിന്ന് വല്ലതും എന്തെങ്കിലുമൊക്കെ ക്ലൗഡ്സിൽ വല്ല പിക്ചർ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, മേ ബി ഇത് ബൊക്കെ കാണുന്നുണ്ട്. സോ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ പൂക്കൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കണ്ണിപ്പെട്ടാൽ ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ആ പേഴ്സൺ എത്രയും വേഗം നിങ്ങൾ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളോട് എക്സ്പ്രഷൻ വരും എന്ന് കണക്കാക്കാം. ഓക്കെ, ഒരു ഗിഫ്റ്റായിട്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും എന്ന രീതിക്ക് നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണക്ഷനുള്ള എന്തെങ്കിലും പൂക്കളോ അങ്ങനെ വലുതോ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഫോക്സ് എന്ന് പറയുന്നുണ്ട്. കുറുക്കനെ കാണാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറുക്കനെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറുക്കനെ കാണാൻ സാധ്യതയാണല്ലേ. വേറെ ഫോക്സിനെ കുറിച്ച് ഇവിടെ എന്താ പറയുക? ഓക്കെ, മേ ബി ഇത് ഈ പിക്ചർ വെച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ അവരെ പോലെയുള്ള ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കാണാനുള്ള സാധ്യതയായിരിക്കും. ഓക്കെ, ഇത് ആ രീതിക്ക് ഞാൻ എടുക്കാം. അവരെ പോലെ ചിലപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതേ ലൈക്ക് കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നാം ആ പേഴ്സൺ ആണോ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള ആരെങ്കിലും വ്യക്തികളെ നിങ്ങൾ കാണാനുള്ള സാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി അവർ ലൈക്ക് ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ണിങ് എന്നല്ലേ നമ്മൾ പറയുക, സൂത്രശാലി അല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ നിങ്ങളെ നോക്കുന്നുണ്ടെന്നോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നോ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കണതോ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളെ അറിയാനുള്ള ഒരു സാധ്യത കൂടിയായിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം ഫോക്സ് എന്നുള്ള കാർഡിനെ. ഓക്കെ, ഞാനിത് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സാധ്യതകളായിരിക്കാം. എനിക്ക് ഇപ്പോൾ ഇവിടെ ഫോക്സ് പറയുമ്പോൾ യെസ്, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ ചിലപ്പോൾ വല്ല മുടി കളറായിരിക്കാം ഇതിൽ സ്പെഷ്യലായിട്ട് കാണും, ചിലപ്പോൾ അങ്ങനത്തെ വല്ല കളറായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ കാണാനുള്ള ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണാം. അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് സയൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഇവിടെ ബുക്ക് എന്നുണ്ട്. ഓക്കെ, ചില ബുക്ക് നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലൈൻ അല്ലെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു ഇൻഫർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിനെ കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ
പേഴ്സൻ്റെ ഒരു കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാം. ഓക്കെ, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നാം ഇത് എൻ്റെ കാര്യം തന്നെയാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നാം. വല്ല കഥ വായിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സൺ പറഞ്ഞ ഓക്കെ, അവർ പറഞ്ഞ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സോ വല്ല കഥ ബുക്കൊക്കെ ആണെങ്കിൽ, ഓക്കെ, നോവലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കാണുന്ന വാക്ക് അല്ലെങ്കിൽ സെൻറ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും തോന്നായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാം. ഓക്കെ, ഇതൊക്കെ സയൻസ് ആണ് യൂണിവേഴ്സിൽ നിന്ന്. ഓക്കെ, വേറെയും കുറച്ചുകൂടി നോക്കാം. ഈ ഇടയ്ക്ക് കൂടി ഹീലിംഗ്, വെയിറ്റ്, യു ആർ യുണീക്ക്, യെസ് ഉണ്ട് ഇവിടെ, ഫോക്കസ്. ഓക്കെ, അഗെയിൻ ഫ്ലവേഴ്സിൻ്റെ കാര്യം എനിക്കിവിടെ തോന്നി. ഓക്കെ, സോ ഫ്ലവേഴ്സ് ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾക്ക് ചില ഫ്ലവേഴ്സ്, ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലവർ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും വൈറ്റ് കളർ ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവും, നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന രീതിക്ക് നിങ്ങൾക്ക് സൈൻ ആയിട്ട് എടുക്കാം. പേഴ്സൺ വരും നിങ്ങളെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തരും, അങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ, ആൻഡ് വെയിറ്റ് എന്ന് കാണുന്നത് പപ്പി, ഡോഗി, ചിലപ്പോൾ പപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, നിങ്ങളുടെ പേഴ്സണിന് ഇഷ്ടമായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും പപ്പി നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് ചിലപ്പോൾ നിങ്ങളൊന്ന് മണത്തിട്ട് പോവാം, നിങ്ങളുടെ അടുത്ത് വന്ന് ചിലപ്പോൾ വരാം. അപ്പോൾ അങ്ങനെ ഒരു സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. മേ ബി ലൈക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ, എപ്പോഴെങ്കിലും റെയർ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും പപ്പിയൊക്കെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി പപ്പി ഡോഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ട്രസ്റ്റ് വർതി എന്ന് പറയും അല്ലേ, ലോയൽ ആണെന്ന് പറയും. സോ ആ രീതിക്കും ലൈക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങളുടെ പേഴ്സൺ ലോയൽ ആണ് നിങ്ങളോട്, ആൻഡ് നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യൂ എന്നൊരു സൈൻ കൂടിയാണത്. ഓക്കെ, ആൻഡ് യു ആർ യുണീക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില ക്യാരക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടം. ഓക്കെ, നിങ്ങളുടെ ചില അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു നിങ്ങളുടെ ഒത്തൻറ്റിക് സ്റ്റൈൽ നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, മേ ബി എന്തെങ്കിലും അഗെയിൻ നിങ്ങൾക്ക് ഈ കളേഴ്സുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എന്തെങ്കിലും സയൻസ് കാണാം, അങ്ങനെയാവാം. ഓക്കെ, നിങ്ങൾക്ക് പിങ്ക് ഇഷ്ടമായിരിക്കാം, പിങ്കും വൈറ്റും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ഫേവറേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേവറേറ്റ്. അങ്ങനത്തെ കളേഴ്സ് എന്തെങ്കിലും ചിലപ്പോൾ കാണാനുള്ള സാധ്യതയായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ പേഴ്സൻ്റെ ലൈഫിൽ ഐ തിങ്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് വെക്കുന്നുണ്ട് എന്നുള്ള ഒരു സൈനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ആൻഡ് യെസ് എന്നുള്ളൊരു ഇതുണ്ട്, കപ്പ് കേക്ക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം. ഓക്കെ, അവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ യെസ് എന്നുള്ള ആൻസർ തരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന ഒരു ആൻസർ ഇവിടെ തരുന്നുണ്ട്. ആൻഡ് ചിലപ്പോൾ കപ്പ് കേക്ക് കാണുക, അല്ലെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്ക് പോവുക, അങ്ങനെ വല്ല കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ വല്ല ബർത്ത്ഡേ പാർട്ടിയിലായിരിക്കാം മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നുണ്ടാവാം, ആ സമയത്ത് അവർ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ സൈൻ എടുക്കാം. അല്ലെങ്കിൽ വേറെ ആരുടെയും ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി നിങ്ങൾക്കൊരു സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, കോണ്ടാക്ട് വരും എന്നെടുക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് അവർക്കും നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. ആൻഡ് യെസ് എന്നുള്ളൊരു ആൻസർ കൂടിയാണ്. ഫോക്കസ് ഉണ്ട്. ഓക്കെ, ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫോക്കസ് നിങ്ങളുടെ മേലെ ഉണ്ട് ഐ തിങ്ക്. ഓക്കെ, ഇതിപ്പോൾ ഡാർട്ട് ബോർഡാണ് ഇവിടെ. നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ, അല്ലെങ്കിൽ ഇതും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മേ ബി അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ആ കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിയാനുള്ള സാധ്യതയായിരിക്കും. ഓക്കെ, അവരുടെ ഫോക്കസ് നിങ്ങളുടെ മേലെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയായിരിക്കും. ഓക്കെ, ഐ മീൻ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ആ പേഴ്സൺ യെസ് അവർക്കും എന്നോട് സ്നേഹമുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ വേറെ ആരോടെങ്കിലും ചോദിച്ച് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ഐ തിങ്ക് ഞാൻ കുറേയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ എല്ലാവർക്കും ഐ ഹോപ്പ് എന്തായാലും ഇന്നത്തെ അമാവാസി ദിവസം റെമഡീസ് ചെയ്യാം. ഞാൻ ആ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാം. ഓക്കെ, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഡൗൺ ആവും, കുറച്ച് ലേശം നെഗറ്റീവ് എനർജി ഉണ്ടാവും, നിങ്ങളെ ഡൗൺ ആക്കാൻ വിടണ്ട, പോസിറ്റീവായിട്ട് മാക്സിമം മൈൻഡ് കീപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.